ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം വെളിപാടിന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്, നിനക്ക് ആദ്യമുണ്ടായ സ്നേഹം നീ കൈവിടിഞ്ഞു. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, ഈ 2025 നാം ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. ഒരു കാലഘട്ടത്തിൽ ധ്യാനമൊക്കെ കൂടി വചനം കേട്ട് ക്രിസ്തുവിനെ അനുഭവിച്ച് ശക്തമായ ദൈവാനുഭവത്തിൽ നിലനിന്ന ഒരു കാലഘട്ടം. ആ സമയത്ത് കൂടുതൽ സമയം പ്രാർത്ഥിക്കാനും ദൈവിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും നന്മ പ്രവർത്തികൾ ചെയ്യാനും ഒക്കെ സമയം കണ്ടെത്തിയിരുന്ന, അതിൽ സന്തോഷം കണ്ടെത്തിയിരുന്ന വ്യക്തികളാണ് നമ്മളെല്ലാം. എന്നാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അറിയാതെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ആ ദൈവത്തോടുള്ള സ്നേഹം തണുത്തു പോയി തുടങ്ങിയോ എന്നൊരു സംശയം. കാരണം പണ്ടത്തെ പോലൊന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലൊന്നും വചനം വായിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കാൻ, മറ്റൊരു സ്നേഹപ്രവർത്തികളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷെ ആ ഒരു തീഷ്ണത, ആ ഒരു ദൈവികമായ ഒരു അനുഭൂതി ലഭ്യമാകുന്നില്ല. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. എന്താണ് ഈ ആദ്യ സ്നേഹം നഷ്ടപ്പെടാനുള്ള കാരണം? എഫേസ്യ സഭയ്ക്ക് നഷ്ടപ്പെടാനുള്ള കാര്യം, അവർക്ക് ബാഹ്യമായ ഒത്തിരി പ്രവൃത്തികളുണ്ടെങ്കിലും അവരുടെ ആന്തരിക സ്നേഹം, ക്രിസ്തുവിനോടുള്ള ആന്തരിക സ്നേഹം തണുത്തുപോയെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതാ സംഭവിക്കുക. ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ പുറമെ ചെയ്യുന്നുണ്ടെങ്കിലും ക്രിസ്തുവിനോടുള്ള സ്നേഹം തണുത്തു തുടങ്ങുമ്പോൾ പിന്നീട് ഓരോ പ്രവർത്തനങ്ങളും യാന്ത്രികമായി മാറാറുണ്ട്. അതിന് വലിയ സ്നേഹം അതിൽ അടങ്ങാതെ വെറുതെ എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, വചനത്തിലൂടെ നമ്മളോട് പറയുകയാണ് എങ്ങനെ നിനക്ക് മടങ്ങി വരാം. 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. നിന്റെ വീഴ്ചയുടെ ആരംഭം എവിടെയാണ്? നീ ഏത് മേഖലയിൽ വെച്ചാണ് തകർന്നു പോയത്? നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം, നീ ക്രിസ്തുവിനെ അറിഞ്ഞ സമയം, ക്രിസ്തുവിൽ സന്തോഷിച്ച നിമിഷം, അത് നീ ഓർത്തെടുക്കുക. ആ നിമിഷത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക. 2, നീ വീണുപോയതിനെ ഓർത്ത് പശ്ചാത്തപിക്കുക. നിന്റെ തെറ്റുകള്, നിന്റെ ജീവിതത്തിൽ വീഴ്ച സംഭവിച്ച മേഖലകള് നീ കണ്ടെത്തുക. അതിനെ ഓർത്ത് ആഴത്തിൽ പശ്ചാത്തപിക്കുക, അനുദപിക്കുക. 3, നീ സ്നേഹത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ, ക്രിസ്തുവിൽ സ്നേഹത്തിൽ കാരുണ്യ പ്രവൃത്തികൾ, ദൈവിക കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് പരിശ്രമിക്കുക, തുടങ്ങുക. അപ്പോ നീ വീണ്ടും പഴയ അവസ്ഥയിലേക്ക്, ദൈവത്തിന്റെ ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരാനായിട്ട് ഇടയായിത്തീരും. അത് ഈ വചനഭാഗമിടയാകട്ടെ. സർവശക്തനായ കർത്താവ് നിങ്ങൾ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.